ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ ഒരു പുതിയൊരു രൂപത്തിലും പുതിയൊരു ഭാവത്തിലും ആട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ആം, ഇത് ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ തംബ്നെയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് എൻ്റെ ഒരു സ്റ്റോറിയാണ്. ഞാനൊരു സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. എനിക്ക് നല്ല പനിയാണ്. പനി പിടിച്ചിട്ട് ഞാൻ ഇന്ന് ആക്ച്വലി ലീവ് എടുത്തിരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് തോന്നിയത്. അതുകൊണ്ട് ഈ ഒരു പനി എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലേക്കൊരു വഴിത്തിരിവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് സൗണ്ട് കുറവാണെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. മൈക്കില്ല കേട്ടോ. അപ്പോൾ എന്താണ് എൻ്റെ ഈ തമ്പ് നെയിലിന് പിന്നിലുള്ള ഒരു സ്റ്റോറി എന്ന് ഞാൻ പറഞ്ഞുതരാം. അതെൻ്റെ തന്നെ സ്റ്റോറിയാണ്. എനിക്കുണ്ടല്ലോ, ഞാൻ PG ചെയ്യുമ്പോഴാട്ടോ എനിക്ക് ഇങ്ങനെ മാരേജസൊക്കെ നോക്കി തുടങ്ങുന്നതും എല്ലാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് എവിടെ പറഞ്ഞു നിർത്തിയത് നമ്മൾ എനിക്ക് ഞാനൊരു PG ചെയ്യുന്ന സമയത്ത് കേട്ടോ. ആ സമയത്താണ് എനിക്കിങ്ങനെ മാരേജ് പ്രപ്പോസൽസൊക്കെ വരുന്നത്. PG ആണെങ്കിൽ ഞാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാതെ എടുത്തൊരു ഇതായിരുന്നു കേട്ടോ. ഞാൻ BSc മാത്സ് കഴിഞ്ഞ ശേഷം MSc മാത്സ് ആണ് കേട്ടോ എടുത്തത്. അതൊട്ടും തന്നെ താല്പര്യമില്ലാത്ത എടുത്തൊരു കോഴ്സായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി അവരുടെ പുറകെ പോയതാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗൈഡ് ലൈൻസ്, നമുക്കൊരു കരിയർ ഗ്രോത്തിനെ കുറിച്ച് ഒരു ഗൈഡ് ലൈൻസ് തരാൻ ആരും ഇല്ലാതെ വരുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് അങ്ങനെയുള്ളപ്പോഴാണ് എനിക്കിങ്ങനെ പ്രൊപ്പോസൽസ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വന്ന പ്രൊപ്പോസൽ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ PG സെക്കൻഡ് ഇയർ പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഹസ്ബൻഡും ഫാമിലിയും എല്ലാവരും ഗൾഫിലേക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എന്തിനാ പഠിക്കുന്നത്, എൻ്റെ ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ലേ, പിന്നെ എന്തിനാ പഠിക്കുന്നതെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് എൻ്റെ ഒരു തോട്ടാണ് നിങ്ങളെ തമ്പനയിൽ കണ്ടത്. അപ്പം അങ്ങനെ വിചാരിച്ച ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ബാക്ക് ടു എന്നാണത്, എനിക്ക് തോന്നുന്നു എത്രയോ ഒരു 13 ഇയേഴ്സ് ബാക്കാട്ടോ. അപ്പോൾ അത്രയും അങ്ങനെയായിരുന്നു അന്നത്തെ എൻ്റെ ഒരു തോട്ടൊക്കെ. കാര്യം ഞാൻ കല്യാണം കഴിക്കാൻ പോകണല്ലേ, ഞാനതിനെ ഇനി പഠിക്കുന്നത്, എന്നെ നോക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഫാമിലി ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് നാൾ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ലൈഫൊക്കെ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. കാര്യം എനിക്ക് എന്നെ നോക്കാൻ ആൾക്കാരുണ്ടല്ലോ, എന്തിനാണ് എനിക്ക് ജോലി എന്നുള്ളൊരു തോട്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാം 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. അങ്ങനെ എനിക്ക് തോന്നുന്നു 2012 ഞാൻ അന്ന് പാസ് ഔട്ടായിട്ട് പിന്നെ എനിക്കൊരു ജോലിക്ക് പോകണം എന്നൊരു തോട്ട് എനിക്ക് തോന്നിയത് ഓൾമോസ്റ്റ് 2018 എങ്ങാണ്ടായപ്പോഴാട്ടോ. അപ്പോൾ അത്രയും വർഷം നമ്മൾ കുഞ്ഞുങ്ങളും ഹസ്ബൻഡും അവരെയൊക്കെ നോക്കിയും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അങ്ങനെയൊക്കെ ഒരു ലൈഫായിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ലൈഫ് നമുക്ക് ജോലിക്ക് പോയി ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഓക്കെയാണ്, നമ്മൾ സെറ്റിൽഡ് ആണല്ലോ, എന്തിനാണ് ജോലി, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ, നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്താണ്, ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ 2 പേർക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്തായാലും വേണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാനാട്ടോ ഞാൻ ഈ ബിഗ് സ്റ്റോറി പറഞ്ഞത്. അതിനിടയിൽ പല കാര്യങ്ങളും ചില സമയത്ത് ഞാൻ ഇപ്പം എൻ്റെ പാർട്ട്ണറോട് ചോദിക്കുകയാണ്, എനിക്കത് വേണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആൾ ചോദിക്കും, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ചില സമയത്ത് ഇപ്പം നിങ്ങളും അങ്ങനെ കുറേ എൻ്റെയൊക്കെ ഏജ് ഉള്ളവരൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. കാര്യം നമുക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ അവർക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി വേണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്കുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് വേറെയാണ്. അത് നമ്മൾ ഏൺ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ 13 വർഷം മുമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കല്യാണമായിരുന്നു എല്ലാം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹാപ്പി എന്നുള്ള ഒരു തോട്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ എന്തൊക്കെ അല്ലേ, ബാക്ക് ടു ബാക്ക് എന്തൊക്കെ കഥകളാണ് നമ്മളിപ്പോൾ, എന്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സ്റ്റോറീസൊക്കെയാണ് നമ്മളിപ്പോഴും ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കും, ഇന്നത്തെ കാലത്തും കുട്ടികൾ ഇങ്ങനെ
തിങ്ക് ചെയ്യുന്നവരുണ്ടോ? എൻ്റെ അന്നത്തെ കാലത്ത് എൻ്റെയൊക്കെ ഒരു തോട്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചത് വളരെയധികം മാറ്റം വന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇന്നും 19 വയസ്സിലും അതുപോലെ തന്നെ 20 വയസ്സിലും 21 വയസ്സിലും ഒക്കെ ഇങ്ങനെ കല്യാണം കഴിക്കുന്ന കുട്ടികളുണ്ടെന്ന് അറിഞ്ഞത് ഈ ബാക്ക് ടു ബാക്ക് നമുക്ക് കുറേ വേദനിപ്പിക്കുന്ന കുറച്ച് ന്യൂസൊക്കെ ഞാൻ കേട്ടു. അപ്പം അതൊക്കെയാട്ടോ നമുക്ക് വിഷമം തോന്നുന്നത്. കാര്യം നമ്മൾ 30 വയസ്സായിക്കോട്ടെ 30 വയസ്സായിക്കോട്ടെ നമ്മൾ എപ്പോഴാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നത് നമുക്ക് തോന്നുന്നത്, അപ്പോഴാണ് ഞാൻ പറയുകയാണെങ്കിൽ കല്യാണത്തെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ പോലും പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. കാര്യം നമ്മളെ പഠിപ്പിച്ച് നമുക്ക് വേണ്ടിയിട്ട് ലൈഫ് സാക്രിഫൈസ് ചെയ്ത 2 പേരുണ്ട്, നമ്മുടെ അച്ഛനും അമ്മയും, നമ്മുടെ ഫാമിലി. അപ്പം അവർക്ക് നമ്മളെ കൊണ്ട്, അതായത് അവർ നമ്മളത്രയും പഠിപ്പിച്ച് നമ്മളത്ര പൈസ മുടക്കി പഠിപ്പിച്ചു, അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? അപ്പം അതിന് നമുക്ക് എന്ത് വേണം? നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതെല്ലാം കഴിഞ്ഞ് അവർക്ക് സെറ്റിലായതിനു ശേഷം മാത്രമേ കല്യാണത്തെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാട്ടോ ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ ഒരു എന്താണ്, നമുക്ക് ഈ വാച്ചില്ലേ ടൈം ബാക്കിലേക്ക് പോയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അതായിരിക്കും ചെയ്യുന്നത്. കാര്യം ജോലിക്ക് പോവുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക, മണി മാനേജ്മെൻറ്റ് അതും കൂടി നമ്മൾ പഠിക്കും കേട്ടോ. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ നമ്മൾ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ മണി മാനേജ്മെൻറ്റും പഠിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴും എനിക്കറിയത്തില്ല കേട്ടോ മണി മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ജോലിക്ക് പോകാനായിട്ട് അങ്ങനെ പറ്റിയില്ല. 2018 ഞാൻ ജോലിക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഇളയാൾ നമ്മുടെ നന്നു മുന്നേ അവൻ ചെറുതായിരുന്നു കേട്ടോ, 1 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 1 ഇയർ അടുത്തേ പോകാൻ പറ്റിയിട്ടുണ്ടായുള്ളൂ. കുഞ്ഞിന് അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാനത് ബ്രേക്ക് ചെയ്തു. പിന്നെയും ഒരു 2 വർഷം ഗ്യാപ്പ് വന്നു ജോലിയിൽ നിന്ന് കുഞ്ഞിനെ നോക്കാനും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് 2 പേരും സ്കൂളിലായ പിന്നെ, അതെൻ്റെ ഇളയാളും സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെയാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമുക്ക് അപ്പോഴെനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് പൈസ സ്പെൻഡ് ചെയ്യേണ്ടത്, എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് ആവശ്യം എന്താണ്, അനാവശ്യം എന്താണ് എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം നമ്മൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നത്, നമ്മൾ കാണുന്നവർ, ഞാനൊരു ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ നമുക്ക് വല്ല ഇതുപോലെ എന്തെങ്കിലും കുട്ടികളോട് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറയും ഇപ്പോഴൊന്നും, അപ്പോൾ അവരിങ്ങോട്ട് തന്നെ പറയൂ കേട്ടോ, പിന്നെ കല്യാണത്തിനെ കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല, ഞാൻ എപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നോ അന്നെയാണ് ഞങ്ങൾ കല്യാണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും അതാണ് വേണ്ടത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മുടെ അച്ഛൻ അമ്മ അവരുടെ അടുത്തിരിക്കുമ്പോഴാണ്. നമുക്ക് ഒന്നിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യില്ല. നമ്മൾ അമ്മേ ചായ ഫ്രണ്ടിൽ വരും, അമ്മ ഇത് അച്ഛ ഇത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാം മേടിച്ച് തരാനും പറയുമ്പോൾ തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഫാമിലി റെസ്പോൺസിബിൾ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഷോൾഡറിൽ വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് വരും. കുട്ടികൾ, ഹസ്ബൻഡ്, ഫാമിലി, ഇവിടെ അച്ഛൻ അമ്മ. അപ്പം നമുക്ക് നമ്മൾ വേറൊരു ഫേസിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും നിങ്ങൾ എനിക്ക് തരാനുള്ളൊരു ചെറിയൊരു ഉപദേശമായിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ലെസണാണ് കേട്ടോ അത്, ഞാൻ ലൈഫിൽ നിന്ന് പഠിച്ച ലെസണാണ്. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു സംഭവം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി ഒപ്പം തന്നെ കല്യാണം കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിന് ശേഷം അതൊന്ന് മണി മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് പൈസ ചിലവാക്കേണ്ടത്, എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എവിടെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ അതൊക്കെ പഠിച്ച് അപ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു അറിവൊക്കെ വരും. എന്നിട്ട് നിങ്ങൾ ഫാമിലിനെ കുറിച്ചൊക്കെ തിങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും, മാരേജ് സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ തിങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കുട്ടികളടുത്ത് ഞാനിതൊന്നും പറയേണ്ട ആവശ്യം വരുന്നത് പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ടു ബാക്ക് നമുക്ക് കുറേ എന്താ പറയുക, മനസ്സിന് വിഷമം വരുന്ന കുറേ ന്യൂസൊക്കെ ഞാൻ ഇങ്ങനെ ടി വിയിൽ കാണാനിടയായി. എന്താണ് മാരേജിന് ശേഷം വന്നിട്ടുള്ള ടോർച്ചറിങ്, അത് സഹിക്കാൻ പറ്റാതെ വരുന്ന സ്യൂസൈഡ്, ഇതൊക്കെ നമുക്കൊക്കെ അത് തരുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഒരു പരിധി വരെ നമുക്കിതൊക്കെ ടോളറേറ്റ് ചെയ്യാനും തടയാനും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും
എന്താണ് എനിക്കറിയാം ഇന്നത്തെ കുട്ടികളൊക്കെ എന്നേക്കാളും ഫാർ ഫാർ ബെറ്ററാണ്. കല്യാണം കഴിഞ്ഞാൽ അത് മതി, പഠിത്തവും വേണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് കല്യാണം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഹാപ്പിയായി സെറ്റിലായി എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ജനറേഷനിൽ ഞാൻ മാത്രമല്ല കേട്ടോ, എന്നെപ്പോലെ കുറേ പേരുണ്ടാകും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ എൻ്റെ ഒരു ഏജ് ഉള്ളവർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷേ ഇന്നത്തെ കുട്ടികളൊന്നും അങ്ങനെയല്ല എനിക്കറിയാം. എന്നാലും ചെറിയൊരു പെർസെൻറ്റേജ് കുട്ടികൾ ഇപ്പോഴും അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്തായാലും നമുക്ക് വേണം. അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രമല്ല, ഫിനാൻസ് മാനേജ്മെൻറ്റ് അതും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നന്നു മുന്നാസ് വേൾഡിൽ നിന്ന് ഞാൻ ബി വിത്ത് അശ്വതി എന്ന് പറഞ്ഞ ബി വിത്ത് അശ്വതി തൃഷ്ണ, ഇച്ചിരി റയറായിട്ടില്ലേ, ബി വിത്ത് അശ്വതി തൃഷ്ണ എന്ന് പറയുന്ന ഒരു ഞാൻ ആദ്യം വിചാരിച്ചു ചാനലിൻ്റെ പേര് മാത്രം മാറ്റിയാൽ വേറെ ചാനൽ തുടങ്ങാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ചാനലിൻ്റെ പേര് മാറ്റാമെന്ന്. പേര് മാറ്റിയാൽ മോണിറ്റൈസേഷൻ ഇന്ന് കിട്ടിയിട്ടൊന്നുമില്ല, ഇനി കിട്ടുമോ ഇല്ലയോ അതിൽ പ്രശ്നം വരുമൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഇന്ന് പനി പിടിച്ചുകൂടി ഇരുന്നത് കാരണം എനിക്ക് അങ്ങനെ ഒരു തോട്ട് തോന്നി. എന്തായാലും അതിനകത്ത് ഫസ്റ്റ് വീഡിയോ ഇത് തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കേട്ടോ ഈ പെട്ടെന്ന് ഞാൻ തോന്നി ചെയ്തതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കണക്ഷൻ പോയിട്ടുണ്ട്, എനിക്ക് സൗണ്ടും തോട്ട് പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു കണക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന്, ഫസ്റ്റ് വീഡിയോ അല്ലേ, ഒന്ന് ക്ഷമിച്ച് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് എന്നും വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരത്തില്ല, കാര്യം എനിക്ക് ജോലിക്ക് പോകണം. അങ്ങനെ നമുക്കിതിപ്പോൾ ലൈഫ് മോട്ടിവേഷണൽ ഇത് ക്ലാസ് പോലെയും പിന്നെ അതുപോലെ തന്നെ ലൈഫ് ലെസൺസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഇടയിൽ കുറച്ച് ഫാമിലി വ്ളോഗൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റേതാകുമ്പോൾ വെറുതെ ഫോൺ എടുത്ത് എന്തെങ്കിലും കോപ്രായം കാണിച്ച് നമുക്ക് ഡെയിലി സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്യുന്ന കേട്ടോ. പക്ഷെ ഇപ്പം എനിക്കത് പറ്റത്തില്ല. ഇത്തിരിയും കൂടി സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനാണല്ലോ നമ്മൾ ഇന്ന് മുതൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്കും തോന്നണം കേട്ടോ. ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നത് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിച്ചേക്കട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പഴയ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ എൻ്റെ പുതിയ ഈ ഞാൻ പേര് മാത്രം മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മുമ്പോട്ട് എല്ലാ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, വല്ലപ്പോഴേക്ക് വീഡിയോ ഇട്ടിട്ട് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.